നമ്മുടെ +1 ബന്ധപ്പെട്ട് മലബാർ മേഖലയിലുള്ള ഉപരിപഠനത്തിന് അവസരം ലഭിക്കാത്ത കുട്ടികളുടെ വിഷയം വളരെ ഗൗരവമായി നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് കുറച്ച് സർക്കാർ മേഖലയിൽ ബാച്ചുകൾ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയ്ക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ല ആവശ്യപ്പെട്ടത് അവർക്ക് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതൊരു കാര്യം. അവിടെ കൊടുത്ത കോഴ്സുകളാണെങ്കിൽ കമേഴ്സും ഹ്യൂമാനിറ്റീസും മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സയൻസ് ബാച്ച് പോലും അവിടെ കൊടുത്തിട്ടില്ല. ഇതേ ഗൗരവത്തിൽ ഞാൻ നിയമസഭയ്ക്കകത്തും അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഈ 2 അംഗ സമിതി. ആ കൂട്ടത്തിൽ തന്നെ കോഴിക്കോട് ജില്ലയിലും കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി വന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ ഞാൻ വളരെ ശക്തമായി അതിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും ആ 2 അംഗ സമിതി ഇവിടെ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി അത് എഴുതി തരണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ കോഴിക്കോട് ജില്ലയെ, അതുപോലെ തന്നെ മറ്റ് ജില്ലകളുമുണ്ട്, പാലക്കാടുണ്ട്, വയനാടുണ്ട്, കണ്ണൂരുണ്ട്. പക്ഷെ കോഴിക്കോട് ജില്ലയാണ് മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ പറ്റാത്ത രീതിയിൽ, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ജില്ല കോഴിക്കോടാണ്. നിങ്ങളെല്ലാം ഇവിടുത്തെ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾക്കറിയാലോ. ഇന്നത്തെ കണക്കനുസരിച്ച് +1 VHSC പോളി ITI സീറ്റുകൾ എല്ലാം കൂട്ടിയാലും 5300-ൽ അധികം കുട്ടികൾ ഇപ്പോഴും പുറത്താണുള്ളത്. ഞാൻ പറയുമ്പോൾ അദ്ദേഹം ഇത് പ്രഖ്യാപിച്ച ശേഷം വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, അവിടെ ഇനി പ്രശ്നമൊന്നുമില്ല. ഇതേ കാര്യം തന്നെയായിരുന്നു മലപ്പുറത്തും അദ്ദേഹം പറഞ്ഞിരുന്നത്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ ചെന്ന് 2 അംഗ സമിതി പരിശോധിച്ചപ്പോൾ ഇത്ര ബാച്ചുകളുടെ കുറവുണ്ട് എന്ന് അവർ കണ്ടെത്തി. അതുപോലെ ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഒന്നും പ്രശ്നം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ആ സമിതി വന്ന് അന്വേഷിച്ചാൽ കൃത്യമായി കണക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കയ്യിൽ ഇതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇത് ഞാൻ വായിക്കാത്തതുകൊണ്ടാണ്. ഇത് ആവശ്യമുള്ളവർക്കൊക്കെ അതിൻ്റെ കോപ്പി എടുത്ത് നമ്മൾ തരാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇത് ഒരു പ്രതിഷേധം അർഹിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും ശക്തമായി പറഞ്ഞിട്ടും യാതൊരു ഗൗരവമില്ലാതെ കോഴിക്കോട് ജില്ലയിലുള്ള കുട്ടികൾ ഇനി ഉപരിപഠനത്തിന് പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊന്നും ഈ സയൻസൊന്നും പഠിക്കാനുള്ള ഒരു നിലവാരത്തിലേക്ക് അവരെത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാട് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് ശരിയുണ്ടോ? നിങ്ങൾ കമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസൊക്കെ ആയിട്ട് ഇരുന്നാൽ മതി, സയൻസൊന്നും പഠിക്കേണ്ട എന്ന് പറയുന്ന ഇത്രയും ബാച്ചുകൾ കൊടുത്തിട്ടും മലപ്പുറത്ത് സയൻസ് ഗ്രൂപ്പ് കൊടുത്തില്ല. ഇവിടെയാണെങ്കിൽ തീരെ ഇനി കുട്ടികൾ പഠിക്കുക വേണ്ട, നിങ്ങൾ ഉപരിപഠനം വേണ്ട. എന്നാൽ നിങ്ങൾക്കറിയാം, തെക്ക് ഭാഗത്തുള്ള പല സ്ഥാപനങ്ങളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ കുട്ടികളെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്നു? ഇതൊക്കെ പറയുമ്പോൾ കണക്കാണ് പറയുന്നത്. ഇപ്പോൾ 14 കോടി രൂപ ചിലവായി, ഇതിന് ചിലവ് വരുമെന്നാണ് ഇപ്പോൾ വലിയൊരു കണക്കായി പറഞ്ഞത്. നിങ്ങൾ ഈ കേരളീയം നടത്തുന്നതിന് വേണ്ടി 18 കോടി രൂപ ചിലവാക്കിയിട്ടുണ്ടല്ലോ. അതിനേക്കാൾ പ്രധാനമല്ലേ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ നിയമസഭയിൽ നടത്തുന്ന ഗീർവാണങ്ങൾ കേൾക്കുമ്പോഴേ ഞങ്ങൾക്കൊക്കെ അതിൽ ഒരു പുച്ഛം തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ
ഈ കുട്ടികളെ ഇങ്ങനെ വഴിയാധാരാക്കിയിട്ടാണല്ലോ ഈ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് UDFൻ്റെ എല്ലാ ആളുകളും ഉണ്ട്, ഞങ്ങളുടെ ജില്ലാ നേതാക്കളുണ്ട്, ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഞങ്ങൾ ഈ വരുന്ന 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മുതൽ DD ഓഫീസിന് മുന്നിൽ ഈ ജില്ലയിലെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക്. ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഒരുമിച്ച് സമരം നയിക്കാൻ പോവുക.